തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആകപ്പാടെ സ്വാധീനിക്കുന്നൊരു വിഷയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറും. അതുകൊണ്ട് കോൺഗ്രസ് ആകപ്പാടെ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. UDF ആകെ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. UDF കൺവീനറുടെ ഈ അഴകുഴ വർത്തമാനം കൊണ്ടെന്ന് ക്ഷീണം ഉണ്ടാവാമെന്നല്ലാതെ ഈ വിഷയം കൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവാനില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതാതിടങ്ങളിലെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അവിടേക്ക് വോട്ട് ചോദിക്കാനായിട്ട് പോകുന്ന UDFകാരോട് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരോട് ഒരുപക്ഷെ നാട്ടുകാർ നിങ്ങളുടെ നേതാവ് ഇങ്ങനെ കുഴപ്പക്കാരനാണല്ലോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാമെന്നല്ലാതെ രാഹുൽ ഈശ്വറിനോടുള്ള ദേഷ്യം കൊണ്ട് UDFനെതിരെ ആരെങ്കിലും വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വോട്ട് മറ്റു കാര്യങ്ങൾക്ക് മേലായിരിക്കും. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ വിഷയത്തേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ പരസ്പരം ഒരേ പേരായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. UDFനോ കോൺഗ്രസിനോ ക്ഷീണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ഈ കാരണം കൊണ്ടായിരിക്കും കൂടുതലായിട്ടും എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നില്ല. കാരണം ഇതുവരെ ഒന്ന് വിവരങ്ങൾ പരിശോധിക്കുന്ന തലയിൽ ആൾപ്പാർപ്പുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നത് മറ്റേ കീടാണുക്കളെക്കുറിച്ചല്ല, തലയിൽ ആൾപ്പാർപ്പുള്ള ഏത് പാർട്ടിക്കാരായുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു അബറേഷനാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു കുഴപ്പക്കാരൻ്റെ മനോനിലയാണ് എന്ന തോന്നലാണ്. പിന്നെ ആകപ്പാടെ പറയാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലേ, കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞില്ലേ, എന്തുകൊണ്ട് ഇവരിത് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കാം എന്നല്ലാതെ ഇങ്ങനെ കുഴപ്പം പിടിച്ച മനസ്സുമായിട്ട് ഒരാൾ പകലൊരു മുഖവും രാഷ്ട്രീയ നേതാവിൻ്റെയും പൊതുപ്രവർത്തകൻ്റെയും നല്ല മുഖമായിട്ട് സ്ത്രീകളോടൊക്കെ കാണുമ്പോൾ ഈ സിനിമാ നടിമാരോടൊക്കെ കാണുമ്പോൾ വളരെ വിനയത്തോടെയും സ്നേഹത്തോടെയൊക്കെ സാധാരണഗതിയിൽ പെരുമാറുകയും ചെയ്യുകയും എന്നിട്ട് ഇങ്ങനെ ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന മറ്റൊരു മുഖവും കൂടെയുള്ള ഒരാളാണെന്ന് ആരും തിരിച്ചറിയില്ലല്ലോ, ആർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ ആകപ്പാടെ കുറ്റപ്പെടുത്തിയിട്ട് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാവുള്ളത് കൊണ്ട് കോൺഗ്രസ് ആകപ്പാടെ തെരഞ്ഞെടുപ്പിൽ തോൽക്കട്ടെ എന്ന് കേരളത്തിലെ ജനം വിചാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.